വെൽക്കം ടു ജനറൽ ബിസിനസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് ചാർട്ട് പേപ്പർ വെച്ച് പൂ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ഗ്രീൻ കളർ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ പീസ് വേണം. ഈ കളറിൽ തന്നെ നമുക്ക് 2 സ്ക്വയറിൻ്റെ ആവശ്യമുണ്ട്. ലീഫ് ഉണ്ടാക്കാനാണ് ഇതിൻ്റെ 2 സ്ക്വയർ ഒരേപോലത്തെ സൈസ് വേണം. പിന്നെ നമ്മുടെ റെഡ് ചാർട്ട് പേപ്പറും കൊണ്ട് ഇതുപോലത്തെ 2 മണി. ഇത് ഒത്തിരി പെർഫെക്ഷൻ കിട്ടിയിരുന്ന സാധനമില്ല, പക്ഷെ റെക്റ്റാങ്കിൾ ആവണമെന്നേ ഉള്ളൂ. പിന്നെ റെഡും കൊണ്ട് ഒരു 10x10 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. അവനെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ മാർക്ക് പശയും വേണം, നമുക്ക് കത്രികയും വേണം. കത്രിക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇപ്പം വേണ്ട നമ്മൾ ഇങ്ങനെ മടക്കി. ഇനി അടുത്തത് നമുക്ക് മടക്കാനുള്ളത് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇത് സ്ക്വയർ ആവേണ്ടതാണ്. അപ്പോൾ നമുക്ക് സ്ക്വയർ ആക്കുന്ന പണി നോക്കാം. അത് നമ്മൾ സ്ക്വയർ ആയില്ലേലും നമുക്ക് ഇങ്ങനെ മടക്കാവേ. ഇങ്ങനെ ഒരു കോണാകൃതിയിൽ മടക്കിയിട്ട് ബാക്കി വരുന്ന നമുക്ക് ഈ എക്സസ് വരുന്ന കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മളിതിൻ്റെ വിടർത്തി നോക്കണം കറക്റ്റായിട്ട് വരുന്നുണ്ടോന്ന്. അതിന് ശേഷം നമ്മൾ ഒരു പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒരു യു ഷേപ്പ് പോലെ മാർക്ക് ചെയ്തെടുക്കണം. ഇപ്പം എനിക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതെനിക്ക് അറിയാവ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്കൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. കാണിച്ചു തരണം. ആവശ്യമില്ല. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു ലിലി പാഡ് പോലെ ആയിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിൻ്റെ ഒരു ഏതായാലും ഇവിടെ ഇങ്ങനെയല്ലേ ഇപ്പോൾ വന്നേക്കുന്നത്. നടക്കേ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഏതെല്ലാം വന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. എന്താ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എന്താ നമ്മൾ ഇത് ഇങ്ങനെ ആക്കണേ. അപ്പോൾ നമ്മൾ അന്ന് നമുക്ക് അവിടെ ഇച്ചിരി ഗ്ലൂ ഇട്ടിട്ട് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുമല്ല, ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഇടുന്നത് അതിൻ്റെ ഈ ഒരു പാഡിലാണ്. നമ്മൾ അത് ഇങ്ങനെ പിരിഞ്ഞു വെക്കണം. ഇച്ചിരി ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ പൂവിൻ്റെ. ഇനി അടുത്ത് നമ്മൾ 2 റെക്റ്റാങ്കിൾ ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടുമല്ല, ഇങ്ങനെ വട്ടത്തിലാണ് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒരു വട്ട ഷേപ്പ് ആക്കണം. നമ്മൾ എക്സസ് വരുമ്പോൾ ഇവിടെ ഇച്ചിരി എക്സസ് വരുന്നുണ്ട്. ആ എക്സസ് നമുക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഒട്ടാൻ പാകത്തിന് ഗ്ലൂ മതി, ഇത്തിരി വേണ്ട. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചിട്ട് വീണ്ടും ഒന്ന് കറക്കി കൊടുക്കാം. അത് കറക്കി കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കോലാവും. ഇനി ഇത് സ്റ്റിക്ക് ആവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഇത് ഓർമ്മ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പൂ പോലെ ആക്കിയത് ഇങ്ങനെ മടക്കി കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ അടക്കാം. കണ്ടോ? ഇങ്ങനെ മടക്കിയിട്ട് അതുപോലെ ഒന്നും കൂടെ നമുക്ക്. അപ്പോൾ മടക്കിയത് നമ്മളിപ്പോൾ മടക്കിയത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നും കൂടെ മടക്കണ്ട, ഇങ്ങനെ. അപ്പോൾ അത് മടക്കി ഇത് നമുക്ക് ബാക്കി കാണാം. ഇനി നമ്മൾ
ഈ ഓപ്പണിങ് കണ്ടോ നിങ്ങൾ? ഈ ഓപ്പണിങ് കണ്ടോ? ഈ ബുക്ക് പോലെ ഓപ്പൺ ആവുന്നത് എന്താ? ഇനി ഈ ഓപ്പണിങ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. കാണിച്ചു തരാൻ എങ്ങനെയാണ്. ആൻഡ് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനോടൊരു ബ്രഷ് പോലെ ആക്കിയിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു പീസിൽ തന്നെ ഉണ്ടോ എന്ന്. ഇനി നമ്മൾ ഇതൊരു സൈഡിലോട്ട് മടക്കണം. കാണിച്ചു തരാം. ഇതെന്ത് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ മടക്കണേ. ഇത് മടക്കണം ഇങ്ങനെ. ആണോ? ഉണ്ടോ? ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കോല് വേണ്ട നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ചുരുട്ടി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലോട്ട് ഒട്ടിച്ചൊന്ന് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അവിടെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ചുരുട്ടി കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ലാസ്റ്റ് ഇതിൻ്റെ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കി. ഇനി നമുക്ക് എടുത്ത് വെച്ച ഫ്ലവറിൻ്റെ തന്നെ ഇപ്പം തരാം. എടുത്ത് വെച്ച ഫ്ലവറിൻ്റെ അടിയിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഒത്തിരി വലുതാവരുത്. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് ഹോൾ ഇടുന്നത്. ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഹോളിലേക്ക് ഈ ഉണ്ടാക്കിയ സാധനങ്ങൾക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം എടുത്ത് വെച്ച വലിയ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചുരുട്ടി കൊടുക്കണം. ഒരു കമ്പ് പോലെ ആക്കണം. അതാക്കിയിട്ട് കാണിച്ചു തരാം. നമുക്കത് ആക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു മോളുഭാഗം നമുക്ക് കളയണം. അതിങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ പ്ലസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒരു കട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഇച്ചിരി കട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇത് കറക്റ്റായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തത്. ഇനി നോക്കി ഇതിൻ്റെ ഈ ഇതുള്ളതൊക്കെ നമുക്ക് ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കാം. അത് പക്ഷേ ഇല്ലേ, അത് പക്ഷേ ഇല്ലേ. പക്ഷെ അതുണ്ട്. പക്ഷെ വരുന്നില്ല. ചാടിക്കറി വരല്ല. ഈ പാറ്റ് ഇപ്പോൾ ഇവിടെ ചാടിക്കറി വന്നായിട്ട് ഞാൻ മേടിച്ചിട്ട് ഞാൻ വേഗം വീഡിയോ ഓഫ് ചെയ്തതാ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് നമ്മൾ ഈ പൂവ് ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ എന്നിട്ട് ആ ഇതിലൊക്കെ പശ തേച്ച ഇതിലൊക്കെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. എല്ലാം മുറിക്കുന്ന കഥ. അപ്പോൾ നമ്മുടെ പൂവ് ഇനി നമുക്ക് ഇതിലോട്ട് ഇല ഫിക്സ് ചെയ്ത് കൊടുക്കാമേ. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് പല ഡിസൈൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഡിസൈൻ ഉണ്ടാക്കിയതാണ്. കണ്ടോ, നമുക്ക് ഇതിനകത്തൊക്കെ ഇല ഉണ്ടാക്കാം. ഇല ഉണ്ടാക്കാൻ നമ്മൾ ആദ്യം ഇങ്ങനത്തെ ഒരു സ്ക്വയർ വെച്ചിട്ട് യു ഷേപ്പ് പോലെ മടക്കി കൊടുക്കാം. ഇതിൻ്റെ അടുത്ത് നമുക്ക് വേണ്ട ഈ ജോയിൻ്റ് വരുന്നത്. ഇതുണ്ട്, ഇത് കണ്ടോ ഈ സാധനം. ഇവിടെ നമുക്കൊരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. മാർക്ക് വേണമെങ്കിൽ നന്നായിട്ട് വരും, പക്ഷെ ഞങ്ങളിവിടെ മാർക്ക് ചെയ്യുന്നില്ല. കണ്ട ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഇതെന്നെ കണ്ട ലീഫായി. അതുപോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കാം. നമുക്ക് ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കാവേ. രണ്ട് ലീഫ് റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണേ. അപ്പം അത് എളുപ്പമാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അടുത്ത പണിയാത്ത ഗ്ലൂ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കി തീരും. പ്രസ് ഡ്രോപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ പശ. അടുത്ത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി ഒരു ഇലയും കൂടെ വെക്കാം. ഇത് സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രണ്ട് ഈ ഇല കപ്പ് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കണേ. ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് തന്നെ എന്നിട്ട് ഗ്ലൂ 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 നമുക്ക് ഈ ഗ്ലൂ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞില്ല. നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അടുത്തല്ല ഇത് ഒട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെരിച്ച് വെക്കാൻ പറ്റും. ഒട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഞാൻ ഇതുപോലെ 5-6 ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. 5-6 അല്ല, ഇപ്പോൾ ഞാൻ ഒരെണ്ണേ കാണിക്കുന്നുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് ഞാൻ. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾ. അപ്പോൾ വേണ്ട ഇത് വേറെ ടൈപ്പാണ്, ഇതും വേറെ ടൈപ്പാണ്. കണ്ടോ ഡിഫറൻസ് ഉണ്ട് എൻ്റെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ പൂ മേക്കിംഗ് വീഡിയോ. നമുക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, പ്ലീസ്.